ഗീവ് പട്ടേൽ എഴുതിയിട്ടുള്ള ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറഞ്ഞ പോയോ ആണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. പോയത്തിന്റെ തീം എന്ന് പറയുന്നത് മാൻസ് ക്രൂവാലിറ്റി ടുവേർഡ്സ് ദ ട്രീസ്. മരത്തിനോടുള്ള മനുഷ്യന്മാരുടെ ക്രൂവാലിറ്റി ആണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിന്റെ ഹെഡിങ്ങിലും അതേപോലെ തന്നെ ഈ ഒരു പോയത്തിന്റെ ഉള്ളിലൊക്കെ മെയിൻ ആയിട്ട് പോയിട്ട് പറയുന്നത് എങ്ങനെ നമുക്കൊരു മരത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് ഇല്ലാതാക്കാം, കില്ല് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് പറയണേ. പക്ഷെ അതിന്റെ ഇന്നർ മീനിങ് എന്താ? അങ്ങനെയൊന്നും ഒരു മരത്തിനെ നമ്മൾ കില്ല് ചെയ്യരുത്, അത് നമ്മളെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും, അതിന് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ആ ഒരു 1 to 9 വരെയുള്ള ലൈൻസിന്റെ ഒരു സമ്മറി നോക്കാം. അതിൽ ഇതാണ് പറയുന്നത്: ഇറ്റ് ടേക്സ് ടൈം ടു കിൽ എ ട്രീ. നമുക്ക് ഒരു എന്താ പറയാ, ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും ഒരു ട്രീനെ കൊല്ലാനായിട്ട് കഴിയില്ല. അതൊരു ലോങ് പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ഗിവ് എ ഷാർപ്പ് കട്ട് വിത്ത് എ നൈഫ് ടു കിൽ ഇറ്റ്. നമുക്കൊരു നൈഫ് കൊണ്ടൊന്നും അതിനെ പെട്ടെന്നൊന്നും കില്ല് ചെയ്യാനായിട്ട് കഴിയില്ല. ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി ഫ്രം ദ എർത്ത്. ഇറ്റ് ഹാസ് ഗ്രോൺ ടോൾ ഫീഡിങ് അപ്പോൺ ദ ടോപ്പ് ഓഫ് ദ സോയിൽ. ഇറ്റ് ഹാസ് അബ്സോർബ്ഡ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ. ഒരുപാട് വർഷത്തെ, ഇപ്പോൾ ഒരു വലിയൊരു മരം അത് എത്തി നിൽക്കുന്നത് ഒരുപാട് വർഷത്തെ സൺലൈറ്റും എയറും വാട്ടറും ഒക്കെ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് അത് അത്രയും വളർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഒരു കത്തി വെച്ച് അതിൻ്റെ അപ്പർ പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കട്ട് ചെയ്തെടുത്താലും അത് മുഴുവനായിട്ട് അവിടെ മരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ആ ഒരു സെക്ഷനിൽ പറയുന്നത്. നമ്മൾ അങ്ങനെ ആ ഒരു മരത്തിനെ മുറിച്ചെടുക്കുമ്പോൾ റൂട്ടോട് കൂടി അല്ലാണ്ട് മുകളിലത്തെ ഭാഗം മുറിച്ചെടുക്കുമ്പോൾ അവിടെ നിന്ന് പുതിയ ഇലകൾ വന്ന് വീണ്ടും അത് പഴയ പൊസിഷനിലേക്ക് വളർന്നെത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൊല്ലുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ, അതായത് റൂട്ടോട് കൂടി തന്നെ അതിനെ പിഴുതെടുത്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുക എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പൊ അതിന്റെ ഇന്നർ മീനിങ് ഇതൊന്നുമല്ല എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നെക്സ്റ്റ് ആ ഒരു 10 to 18 വരെയുള്ള ലൈൻസിൽ പറയുന്ന ഒരു സമ്മറി ഇതാണ്: To kill a tree, it is not enough to cut it down and make it into pieces. That much pain will not be enough. അപ്പൊ നിങ്ങൾ മുകളിലത്തെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ ആയിട്ട് ഇട്ടാലും അതിന് അത്രയും വേദനയൊന്നും ആ ഒരു മരത്തിനെ കൊല്ലുന്നതിൽ ആ ഒരു മരം അനുഭവിച്ചാൽ പോരാ, ഇനിയും അതിന് വേദന അനുഭവിക്കണം. അപ്പൊ എങ്ങനെ അനുഭവിക്കുക? ആ റൂട്ടോട് കൂടി മൊത്തമായിട്ട് എടുത്ത് പിഴുത് മാറ്റുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും അല്ലേ, ചോര പുറത്തേക്ക് വരും. അതേപോലെ തന്നെ മരങ്ങൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു ഫ്ലൂയിഡ് വരും. പക്ഷെ ആ ഒരു ഫ്ലൂയിഡ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് മുകളിലത്തെ ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുക്കണേ എന്നുള്ള ഒരു കേസിലാണ് പറയണേ. അങ്ങനെ ആ ഒരു മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഇലകളും ഒക്കെ മുളച്ച് വന്ന് പുതിയ ഒരു ഇലകളൊക്കെ വന്ന് പഴയ ആ ഒരു പൊസിഷനിലേക്ക് ട്രീ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുകളിലത്തെ സെക്ഷൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടും അതിനത്രയും വേദന അനുഭവിച്ചാൽ പോരാ, ഒരുപാട് വേദന ഒരു മരത്തിന് നിങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ റൂട്ടോട് കൂടിയിട്ട് തന്നെ പിഴുതെടുക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു സെക്ഷനാണ് 19 മുതൽ 29 വരെയുള്ള ലൈൻസിൽ പറയുന്നത്: ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു റിയലി കിൽ എ ട്രീ, ഇറ്റ്സ് റൂട്ട് ടു ബി പുൾഡ് ഔട്ട് ഓഫ് ദ ആങ്കറിങ് എർത്ത്. അതായത് മണ്ണിനടിയിൽ നിന്ന് ആ ഒരു റൂട്ട്സിനെ മൊത്തമായിട്ട് അങ്ങോട്ട് പിഴുതെടുക്കണം, അതിൻ്റെ വേരുകൾ മൊത്തമായിട്ട് പിഴുതെടുക്കണം. ഇറ്റ് ഈസ് ടു ബി റോപ്ഡ്, ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട് ഇൻ പീസസ് ആൻഡ് റിമൂവ്ഡ് ഫുള്ളി ഫ്രം ദ കേവ് ഓഫ് ദ എർത്ത്. അത് പിഴുതെടുക്കണ സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു ട്രീക്ക് ഇത്രയും ശക്തി നൽകിയത് ആ ഒരു വേരുകളിൽ നിന്നാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും എന്നാ പറയുന്നത്. കാരണം എന്താ, നമുക്ക് പെട്ടെന്നൊന്നും വലിയ വലിയ മരങ്ങളുടെ വേരുകൾ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഈസിലി നമുക്ക് പുൾ ഔട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയില്ല. കുറച്ച് ശക്തിയോട് കൂടി തന്നെ പിഴുതെടുക്കണം. അങ്ങനെ പിഴുതെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു മരത്തിന്റെ ശക്തി, അത്രയും ശക്തി ഉണ്ടായത് ഈ ഒരു റൂട്ടിൽ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ആ വേരുകൾ വെളുത്തതും നനവുള്ളതും സ്പർശന ശേഷിയുള്ളതുമാണ്. അപ്പൊ അത് ആ ഒരു റൂട്ട്സിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. എങ്ങനെയാണ്? വൈറ്റ് ആണ്, വെറ്റ് ആണ്, അതേപോലെ തന്നെ മോസ്റ്റ് സെൻസിറ്റീവ് ആണ്. ആ റൂട്ട്സിന്റെ പ്രത്യേകതയാണ് കേട്ടോ. ദേ ഹാവ് ബീൻ ഹിഡൻ ഫ്രം ഫോർ ഇയേഴ്സ് ഇൻസൈഡ് ദ എർത്ത്. ആ മരങ്ങള് എന്ന് മുതലുണ്ടായോ അന്ന് മുതൽ ആ റൂട്ട്സ് വർഷങ്ങളായിട്ട് തന്നെ മണ്ണിന്റെ അടിയിലുണ്ട്. അപ്പൊ ആ ഒരു മരത്തിന്റെ റൂട്ട്സിന്റെ പ്രത്യേകത ചോദിക്കാന്ന് വെച്ചാൽ നമുക്ക് എഴുതേണ്ട ലൈൻസ് ആണ് ഇതൊക്കെ കേട്ടോ. നമ്മൾ ആ ഒരു റൂട്ട്സ് പുൾ ഔട്ട് ചെയ്തെടുക്കുമ്പോൾ വെൻ ഇറ്റ് ഈസ് പുൾഡ് ഔട്ട് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇറ്റ് ഇസ് സ്ട്രെങ്ത് കംസ് ഫ്രം ഇറ്റ്സ് സ്ട്രോങ് റൂട്ട്സ്. ആ റൂട്ട്സിൽ നിന്നാണ് സ്ട്രെങ്ത് മുഴുവൻ വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ റൂട്ട്സ് വൈറ്റ് ആയിരിക്കും, വെറ്റ് ആയിരിക്കും, മോസ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കും. ഒരുപാട് ഇയേഴ്സ് ആ ഒരു എർത്തിന്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് ഇരുന്നവരാണ് ആ ഒരു റൂട്ട്സ്. ഇതാണ്
ഇതാണ് റൂട്ട്സിന്റെ പ്രത്യേകതകൾ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പോയത്തിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്, അതായത് 30 to 35 ലൈൻസ് വരെയുള്ള ലൈൻസിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. വൺസ് ദ ട്രീ ഈസ് പുൾഡ് ഔട്ട് വിത്ത് ഇറ്റ്സ് റൂട്ട്, നമ്മൾ മുകളിലത്തെ ഭാഗം മാത്രം ഇങ്ങനെ മുറിച്ച് മാറ്റാതെ ആ ഒരു റൂട്ടോട് കൂടി നമ്മൾ അങ്ങനെ പിഴുതെടുക്കുകയാണെങ്കിൽ എന്തായി, ദ കില്ലിംഗ് പ്രോസസ് ഇസ് കംപ്ലീറ്റ്. ആ ഒരു മരത്തിനെ കൊല്ലണ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, ദെൻ ഇറ്റ് ഈസ് ഓവർ എന്നാണ് പോയിന്റ് പറയുന്നത്. അപ്പൊ നമുക്കൊരു മരത്തിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എങ്ങനെ കൊല്ലണം, ആ ഒരു റൂട്ടോട് കൂടിയിട്ട് തന്നെ പിഴുതെടുക്കണം. റൂട്ട് മസ്റ്റ് ആയിട്ട് പുൾ ഔട്ട് ചെയ്തിരിക്കണം, എന്നാലേ ആ ഒരു കില്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇന്നർ മീനിങ് ശരിക്കും അത്രയും വേദന അനുഭവിക്കുന്നുണ്ട് ആ ഒരു ട്രീ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇതൊരു ലോങ് പ്രോസസ് ആണ്, അങ്ങനെ നമ്മളൊരു ട്രീനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെയാണ് ഇന്നർ മീനിങ്. അത് ഓർമ്മിച്ച് വെക്കുക. ഇനി നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറയുന്നത് കമന്റ് ഓൺ ദ ഓപ്പണിംഗ് ലൈൻ ഓഫ് ദ പോയം ഓൺ കില്ലിംഗ് എ ട്രീ. അതിന്റെ ഓപ്പണിംഗ് ലൈനിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് ലൈനിൽ ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പൊ അത് ഈ ഒരു ലൈനിന്റെ കാര്യം ചോദിച്ചാൽ മാത്രമല്ല, നമ്മൾ ഈ ഒരു പോയത്തിന്റെ ഒരു കാര്യങ്ങൾ മൊത്തം എഴുതാൻ പറഞ്ഞാലും നമ്മൾ ഈ ഒരു പേഴ്സോണിഫിക്കേഷന്റെ കാര്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ എവിടെയാണ് പേഴ്സോണിഫിക്കേഷൻ വരുന്നത്? ദ ട്രീ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു ബി കിൽഡ് ബൈ എ മർഡറർ. ഒരു കൊലപാതകി വന്ന് കൊല്ലാൻ പോകുന്ന ഒരാളെ പോലെയാണ് മരത്തെ ഇവിടെ കാട്ടിയിട്ടിരിക്കുന്നത്. അതായത് ഒരു മാനുഷിക ഭാവമാണ് മരത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്, പേഴ്സോണിഫിക്കേഷൻ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. മരത്തെയാണ് ഇവിടെ ഒരു മാനുഷിക ഭാവം കൊടുത്തിരിക്കുന്നത്. ഒരു കൊലപാതകി വന്ന്, കൊലപാതകി ആര്, ആക്ച്വലി ഹ്യൂമൻ ബീങ്സ് ആണ് അല്ലെ. ഹ്യൂമൻ ബീങ്സ് വന്ന് കൊല്ലാൻ പോകുന്ന ഒരു പേഴ്സണെ പോലെയാണ് മരത്തിന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വൺ ക്യാൻ ഈസിലി കിൽ എ മാൻ ബട്ട് നോട്ട് എ ട്രീ. നമുക്കൊരാളെ, ഒരു മനുഷ്യനെ ഒരു കത്തി ഉപയോഗിച്ച്, ജാബ് ഓഫ് നൈഫ് കൊണ്ട് നമുക്ക് കൊല്ലാനായിട്ട് കഴിയും, പക്ഷെ ഒരു ട്രീനെ ഒരിക്കലും അങ്ങനെ കൊല്ലാനായിട്ട് കഴിയില്ല എന്നാണ് അതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് റെസിലിയേറ്ററി പവർ ഓഫ് ട്രീസ്. മരങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്ന്, അവരുടെ തിരിച്ചു വരാനുള്ള കഴിവിനെ പറ്റി പറയാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു മുകളിലത്തെ പോർഷൻസ് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന്റെ അവിടെ ബ്ലീഡിങ് ഉണ്ടാവുന്നു. ആ ഒരു ബ്ലീഡിങ് പിന്നെ ഉണങ്ങി, ആ ഒരു മുറിവ് ഉണങ്ങി പോകുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടുന്ന് കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ മുളച്ച് വന്ന് വലുതായി പിന്നെ അത് പഴയ ഒരു മരത്തിന്റെ പൊസിഷനിലേക്ക് എത്താനായിട്ട് അതിന് കഴിവുണ്ട്. അപ്പൊ ആ ഒരു കഴിവിനെയാണ് റെസിലേറ്ററി പവർ എന്ന് പറയുന്നത്. അത് റൂട്ടോട് കൂടി പിഴുതെടുത്താൽ പിന്നെ ആ ഒരു കില്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അല്ലാണ്ട് മുകളിലത്തെ പോർഷൻസ് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാലാണ് ഈ ഒരു റെസിലേറ്ററി പവർ അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, trees have great respiratory power. If you cut down a tree, the bleeding bark of the trees will heal, and from near the ground it will bring out small twigs with leaves. അവിടെ ബ്ലീഡിങ് ഉണ്ടാവുന്നു, അത് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്ത് പോകുന്നു, ഉണങ്ങി പോകുന്നു. എന്നിട്ട് അതിന്റെ അടുത്ത് നിന്ന് തന്നെ സ്മോൾ ട്വിങ്സ് വിത്ത് ലീവ്സ്, കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ഒരു പഴയ സൈസിലേക്ക് അത് എത്തി നിൽക്കുമെന്നാണ് പറയുന്നത്. The small twigs will become branches again and the trees will grow back into its former size. കാലക്രമേണ ആ ഒരു മരം അതിന്റെ പൂർവ്വസ്ഥിതിയിൽ എത്തി നിൽക്കുന്നു. ഇതാണ് ആ ഒരു റെസിലേറ്ററി പവറിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു പോയത്തിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ്സ് ആണ് ആങ്കറിങ് എർത്തും എർത്ത് കേവും. ആ ഒരു ആങ്കറിങ് എർത്ത് നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ദ എർത്ത് കീപ്സ് ദ ട്രീസ് ഇൻ പ്ലേസ് ജസ്റ്റ് ലൈക്ക് ആൻ ആങ്കർ കീപ്സ് എ ഷിപ്പ് ഇൻ പ്ലേസ് ഈവൻ ഇൻ എ സീ. അതായത് ഭൂമി ആ ഒരു മരത്തിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുന്നു, റൂട്ടിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. എങ്കിലും ആ ഒരു എർത്ത്, അതായത് നമ്മുടെ ഭൂമി ആ മരത്തിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തുന്നു. എങ്ങനത്തെ പോലെയാന്ന് പറയുന്നത്, കപ്പലിനെ ആ ഒരു നങ്കൂരത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നങ്കൂരം ആ ഒരു കപ്പലിനെ സീൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നില്ലേ, അതേപോലെയാണ് നമ്മുടെ എർത്ത് ആ ഒരു ട്രീനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത്. അതിനെയാണ് ഈ ഒരു ആങ്കറിങ് എർത്ത് എന്ന് പറയുന്നത് കേട്ടോ. The earth keeps the tree in place just like an anchor keeps a ship in place even in a sea. അതാണ് ആങ്കറിങ് എർത്ത്. ഇനി എർത്ത് കേവ് എന്ന് പറയുന്നത് ദ ഏരിയ കവേർഡ് ബൈ എ റൂട്ട് ഓഫ് ദ ട്രീസ്. ഇറ്റ് ഈസ് ആസ് ഇഫ് റൂട്ട്സ് ആർ ഇൻ എ കേവ് അണ്ടർ ദ എർത്ത്. എർത്ത് കേവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭൂമിയുടെ അടിയിൽ വേരിങ്ങനെ പടർന്ന് നിൽക്കില്ലേ, ഒരുപാട് വലിയ വലിയ മരങ്ങളുടെ ഒക്കെ ആണെങ്കിലും മണ്ണിന്റെ അടിയിൽ ഒരുപാട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും ആ ഒരു ട്രീസ്. വലിയൊരു സ്പേസ് തന്നെ ആ ഒരു റൂട്ട്സിന് വേണ്ടി വരുന്നുണ്ടാവും മണ്ണിന്റെ അടിയിൽ. ആ ഒരു റൂട്ടിന്റെ ആ ഒരു സെക്ഷനെയാണ് എർത്ത് കേവ് എന്ന് പറയുന്നത്. മണ്ണിന്റെ അടിയിൽ ആ ഒരു മരത്തിന്റെ റൂട്ട് കാണപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് എർത്ത് കേവ് എന്ന് പറയുന്നത്.
വേരുകളൊക്കെ ഭൂമിയുടെ അടിയിൽ ഒരു ഗുഹയിൽ എന്ന പോലെ കാണപ്പെടുന്നു. അത്രയും സ്പ്രെഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഗുഹയിൽ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കാണപ്പെടുന്നു. അതിനെയാണ് എർത്ത് കേവ് എന്ന് പറയുന്നത്. ആങ്കറിങ് എർത്ത്, ഭൂമി നമ്മുടെ മരത്തിന് ഒരു പൊസിഷനിൽ വേരിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിനെ പിടിച്ചു നിർത്തുന്നു. അതിനെയാണ് ആങ്കറിങ് എർത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന കാര്യം ബ്ലീഡിംഗ് ബാർക്ക്. അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംബഡി കട്ട് ദ ട്രീ, നമ്മൾ ആരെങ്കിലും ഒരു മരത്തിനെ മുറിക്കുകയാണെങ്കിൽ ദ ബാർക്ക് ഈസ് ബ്ലീഡിങ്, ആ ഒരു മുറിച്ച ഭാഗത്ത് നിന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ ശരീരത്തിൽ എങ്ങനെയാണോ മുറിവ് പറ്റുമ്പോൾ ബ്ലഡ് വരിക, അതേപോലെ തന്നെ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബ്ലഡ് ഗോയിങ് ഔട്ട് എ പേഴ്സൺസ് ബോഡി വെൻ വൂണ്ടഡ്. മുറിവ് പറ്റുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരുന്നത് പോലെ. ബട്ട് ദ ബ്ലീഡിംഗ് ബാർക്ക് വിൽ ഹീൽ വിത്ത് ടൈം ജസ്റ്റ് ലൈക്ക് എ വൂണ്ട് ഇൻ ദ ബോഡി ഓൾസോ ഹീൽസ് വിത്ത് ടൈം. നമ്മൾ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ഉണങ്ങി അവിടെ ഒരു മുറിവ് പറ്റിയിട്ടില്ല എന്നുള്ള പോലെ ഒരു പാട് പോലും ഉണ്ടാകില്ല അല്ലെ. അതേപോലെ തന്നെയാണ് ട്രീസിൽ അങ്ങനെ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുന്നു, പക്ഷെ അത് പിന്നീട് ഉണങ്ങി ആ ഒരു പാട് പോലും അവിടെ ഇല്ലാതെ അത് മാഞ്ഞു പോകുന്നു. ആ ഒരു സംഭവമാണ് ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് വരുന്ന കാര്യം ലൈനാണ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ. ആ ഒരു ലൈനിന്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ മീൻസ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ്, ദ job is finished. Once the tree is pulled out with the roots, then it is matter of choking it in the sun and air. അതായത് നമ്മൾ ആ ഒരു മരത്തിനെ വേരോടുകൂടി പിഴുതെടുത്തു അല്ലെ. പിഴുതെടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ ആ ഒരു കില്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ തന്നെ നമ്മൾ അതിന് എന്താ പറയുക, പൊരുവെയിലത്തിട്ട് ശ്വാസം മുട്ടിച്ച് ഉണക്കണം എന്നാണ് പറയുന്നത്. അതായത് വെയിലത്തിടുക, വെറുതെ ആ ഒരു വേരോടുകൂടി വെയിലത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പഴയ നിറം മാറുകയും കട്ടി കൂടുകയും വളയുകയും അവസാനം നശിക്കുകയും ചെയ്യുന്നു. ഇതോടെ നമ്മുടെ ഈ ഒരു കൊലപാതകം പൂർത്തിയാവും എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഇസ് ബ്രൗൺസ്, ഹാർഡൻസ്, ട്വിസ്റ്റ് ആൻഡ് വിതേഴ്സ്. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. കില്ലിംഗ് പ്രോസസ്സ് ദെൻ കംപ്ലീറ്റ് ആയി. അതിനെയാണ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേരോട് കൂടി പിഴുതെടുക്കണം, പിന്നെ നമ്മൾ വെയിലത്തിട്ടിട്ട് ഉണക്കി കഴിഞ്ഞാൽ അത് വളഞ്ഞ് അതിൻ്റെ നിറമൊക്കെ മങ്ങി എല്ലാം നഷ്ടപ്പെടുന്നു. അതോടുകൂടിയിട്ട് ആ ഒരു കില്ലിംഗ് പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും ഒരു ലോങ് പ്രോസസ്സാണ് നമ്മളൊരു ട്രീനെ കില്ല് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ പ്രോസസ്സ് ഒന്നുമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇതൊരു ഈസി ജോബ് അല്ല എന്ന് പറയുന്നതിന്റെ റീസൺസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുതലേ എഴുതണം. മുകളിലത്തെ പോർഷൻസ് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നു, പക്ഷേ ചെറിയ ചെറിയ ഇലകളൊക്കെ പിന്നീട് ആ ഒരു മുറിവ് ഉണങ്ങി കഴിഞ്ഞാൽ വന്ന് പിന്നെ അത് ബ്രാഞ്ചസ് ആയി പിന്നെ അതിന്റെ ഒരു പഴയൊരു പൊസിഷനിലേക്ക് അത് എത്തി നിൽക്കുന്നു. അതിന് റെസ്പിറേറ്ററി പവർ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ഒരു കില്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ടോട് കൂടി പിഴുതെടുക്കണം, വെയിലത്തിട്ട് ഉണക്കണം. അപ്പോഴാണ് അതിന്റെ നിറമൊക്കെ മാറി ഫുള്ളായിട്ട് അത് നശിച്ചു പോവാ. ദെൻ ദ പ്രോസസ് ഇസ് ഡൺ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇതൊരു ഈസി പ്രോസസ് അല്ല, വളരെ ലെങ്തി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡോണ്ട് കിൽ എ ട്രീ, അല്ലെങ്കിൽ ഇറ്റ് ഗിവ്സ് എഗൈൻസ്റ്റ് സച്ച് കില്ലിംഗ്, അങ്ങനെയുള്ള ഒരു മീനിങ് ആണ് ഇത് നൽകുന്നത് എന്നൊക്കെ വേണം പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പോയത്തിന്റെ ലാംഗ്വേജ് നോക്കാം. സിമ്പിൾ ആണ്, അതേപോലെ തന്നെ ഈസി ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന സിമ്പിൾ ആൻഡ് ഈസി ലാംഗ്വേജിലാണ് പോയിറ്റ് എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈസിലി അണ്ടർസ്റ്റാൻഡ്, നമുക്കത് ഈസിലി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പോയത്തിന്റെ ടോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോൺ ഓഫ് ദ പോയം എന്ന് പറയുന്നത് ഇംപേഴ്സണൽ ആണ്, ഇമോഷണൽ ആണ്, നോട്ട് സെൻസിറ്റീവ് ആണ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോയം ആണ്. അതേപോലെ തന്നെ പോയം സ്പീക്സ് അബൌട്ട് മൈൻഡ്ലെസ് ഡിഫോറസ്റ്റേഷൻ, നമ്മുടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫോറസ്റ്റേഷനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കടന്നു വരുന്ന ഇമേജ്, ഫൈൻ ഇമേജറി ചോദിച്ചു കഴിഞ്ഞാൽ ആ ബ്ലീഡിംഗ് ബാർക്ക് ഉണ്ടല്ലോ, ആ ഒരു ബ്ലീഡിംഗ് ബാർക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കൈയൊക്കെ മുറിഞ്ഞ് ചോര വരുന്ന ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അതാണ് ഇതിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റെസ്പിറേറ്ററി പവർ നമ്മൾ പറഞ്ഞു, ആങ്കറിങ് എർത്ത് പറഞ്ഞു, എർത്ത് കേവ്, ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇമേജ് വന്നില്ലേ? ഇതൊക്കെ ഇമേജസിൽ ഉൾപ്പെടുത്താം കേട്ടോ. ആങ്കറിങ് എർത്ത്, ആ ഒരു കപ്പലിൽ നങ്കൂരം സീല് കപ്പലിനെ നങ്കൂരം പിടിച്ചു നിർത്തുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഇമേജ് വന്നില്ലേ? അപ്പൊ ആങ്കറിങ് എർത്ത്, എർത്ത് കേവ്, ബ്ലീഡിംഗ് ബാർക്ക് ഒക്കെ ഇമേജസ് ആണ്. റെസ്പിറേറ്ററി പവർ ഓഫ് ദ ട്രീസ് നമ്മൾ പറഞ്ഞു. പിന്നെ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡൺ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പറഞ്ഞു, സിമ്പിൾ ജോബ് അല്ല. പിന്നെ പേഴ്സോണിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെസ്സേജ് എന്ന് പറയുന്നത് ക്ലിയർ ആണ്, ലൗഡ് ആണ്. എന്താ മെസ്സേജ്? ഡോണ്ട് കിൽ ദ ട്രീസ്, ഇതാണ് മെസ്സേജ്. പിന്നെ ഇതിലെ പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു അയണിയാണ്. അയണിയുടെ എന്താ മീനിങ്? എന്താ? സംതിങ് സെഡ് ദാറ്റ് ഇൻ ഹ്യൂമർ ബേസ്ഡ്, ഹ്യൂമർ ആയിട്ട് എന്തെങ്കിലും ആക്ഷേപഹാസ്യത്തോടു കൂടി പറയുന്നതിനെയാണ് അയണി എന്ന് പറയാ. അതിലെന്താണ്? ഓൺ കില്ലിങ് എ ട്രീ, ഒരു പ്രോസസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് കില്ലിങ് എ ട്രീ
എന്ന് നമ്മുടെ പോയിന്റ് പറയുന്നത്. പക്ഷെ അതിന്റെ ഇന്നർ മീനിങ് ഒരിക്കലും ട്രീനെ കൊല്ലരുത് എന്നാണ്. അപ്പൊ അതൊരു എന്താ പറയാ അയണിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ ക്രൂവൽ ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ആ, നമ്മുടെ ആ ഒരു ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വി ഓൾ ആർ ദ പാർട്ട് ഓഫ് ദ എക്കോസിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രീസിനെ ഒന്നും ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്നത്.